നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു മെക്സിക്കൻ ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ മോളാണ്. ചുറോസ് എന്നാണ് ഡിഷിൻ്റെ പേര്. അപ്പം ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറയാം. അതിന് വേണ്ടത് ഒരു മുട്ട, ബട്ടർ, കുറച്ച് സിനമൺ പൗഡർ, 1 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് വെള്ളം, കുറച്ച് വാനില എസൻസും, പിന്നെ ഫ്രൈ ചെയ്യാനുള്ള ഓയിലും വേണം, പിന്നെ ഒരു പൈപ്പിംഗ് ബാഗും വേണം. ഇത്രയും സാധനങ്ങളാണ് ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടാകാൻ വയ്ക്കാം. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. ചൂടോടുകൂടെ കഴിക്കണം, അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇതെൻ്റെ മോളാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ കൂടെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. പഞ്ചസാര പൊടിച്ച പഞ്ചസാരയോ അല്ലാതെ പൊടിക്കാത്ത ഗ്രാനുൾസ് ആയിട്ടുള്ള പഞ്ചസാരയോ എടുക്കാം കേട്ടോ. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ബട്ടർ മെൽറ്റാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇതിലേക്ക് 1 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ആയിട്ടിരിക്കണം. ഫ്ലെയിം കൂടുതലാണെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വേണം ഈ മൈദ ഇട്ടതിന് ശേഷം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് ശരിക്കും ശ്രദ്ധിക്കണം. നന്നായി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. തീ കുറഞ്ഞ ഫ്ലെയിമിലായിരിക്കുകയും വേണം. അത് നന്നായി ഫോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലുള്ള മാവായിട്ട് കിട്ടും നമുക്ക്. നന്നായി ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് നമ്മളൊരു മുട്ട ചേർത്ത് കൊടുക്കുക. 2-3 തുള്ളി വാനില എസൻസും കൂടെ ചേർക്കുക. അതിനുശേഷം ഒരു എഗ് ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രമാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മാവ് ഒരു പരുവത്തിലാക്കി എടുക്കുക. നല്ല കുഴച്ച് പരുവത്തിലാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം മാവ് നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം തീ കുറച്ച് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഇട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ആയിരിക്കണം. തീ കൂടുതലാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറഞ്ഞ തീയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാം.
നല്ല ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ 1/2 കപ്പ് പഞ്ചസാരയും, അത് പൊടിച്ചതോ പൊടിക്കാത്തതോ ആവാം, അതെടുക്കുക. അതിലേക്ക് 1.5 ടീസ്പൂൺ സിനമൺ പൗഡറും കൂടെ ചേർക്കുക. സിനമൺ പൗഡർ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അത്രയും സിനമൺ പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ അതിലിട്ട് നന്നായിട്ട് കോട്ട് ചെയ്ത് എടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചുറോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിഷാണ്. നല്ല ടേസ്റ്റുമാണ്. നല്ല ചൂടോട് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ മോളുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.